സീഡ്ലെസ് ഫ്രൂട്ടിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സീഡ്ലെസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതില് വിത്തുകളെ ഉണ്ടാവില്ല. ഓവറി അങ്ങനെ ഫ്രൂട്ട് ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടക്കാൻ നേരത്തെ പഠിച്ചതൊക്കെ എന്താ, ബീജസങ്കലനം നടക്കണം, ഫെർട്ടിലൈസേഷൻ നടന്നാലേ ഓവറി മാറിയിട്ട് ഫലമാവുള്ളൂ. പക്ഷെ ചില കേസസില് ബീജസങ്കലനം നടക്കാണ്ട് തന്നെ, ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് തന്നെ ഓവറി മാറിയിട്ട് ഫ്രൂട്ട് ആവും, അണ്ടാശയം മാറിയിട്ട് ഫലമായി മാറുന്നത് കാണാറുണ്ട്. ഇതൊരു ഫിനോമിനൻ ആണ്, അതായത് പ്രതിഭാസമാണ്. അതായത് നേച്ചറിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രതിഭാസം എന്ന് പറയാം. അപ്പൊ ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ടാശയം ഫലമായി മാറുന്നത് കാണാറുണ്ട്. ഇത്തരം ഫലങ്ങൾക്ക് വിത്ത് ഉണ്ടാവുകയില്ല. കാരണം വിത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഫെർട്ടിലൈസേഷൻ നടക്കണം. വിത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബീജസങ്കലനം നടക്കണം. സച്ച് ഫ്രൂട്ട്സ് ഡു നോട്ട് ഹാവ് സീഡ്സ്, അല്ലെ, കാരണം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. ഈ ഒരു ഫിനോമിനനെയാണ് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കുന്നതിനെയാണ് പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. അതായത് ബീജസങ്കലനം നടക്കാതെ അണ്ടാശയം ഫലമായി മാറുന്ന പ്രതിഭാസത്തിനെ നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയും. അതായത് ഇൻ സം കേസസ് fruits are developed without fertilization. The ovary develops into a fruit without fertilization. Such fruits will not have seeds. അവർക്ക് വിത്ത് ഉണ്ടാവുകയില്ല. ഈ ഫിനോമിനനെ നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയും. സീഡ്ലെസ് ഫ്രൂട്ട്സ്, അതായത് വിത്തില്ലാത്ത ഫലങ്ങള് പ്രകൃതി ഉണ്ടാവാറുണ്ട്, പ്രകൃതി ദത്തമായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്, നാച്ചുറലി ഉണ്ടാവാറുണ്ട്. സീഡ്ലെസ് ഫ്രൂട്ട്സ്, വിത്തില്ലാത്ത ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ബനാന, അതേപോലെ പൈനാപ്പിൾ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. പണ്ട് സീഡ് ഉണ്ടായിരുന്നു, മനുഷ്യൻ കഴിച്ചു ബനാന തീരുമാനിച്ചു എന്താണെങ്കിലും നമ്മൾ നട്ടു പിടിപ്പിക്കും. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടണേ, അല്ലെ? നമുക്ക് താഴെ നിന്ന് വേണമെങ്കിൽ നമ്മൾ വിത്ത് ഉണ്ടാക്കിയിട്ട് വെറുതെ നമ്മുടെ എഫേർട്ട് കളയണ്ട. നമുക്ക് പഴങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അവർ നമ്മളെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കും എന്ന് ബനാന തീരുമാനിച്ചിട്ട് ബനാന പറഞ്ഞു, ഐ വിൽ നോട്ട് ബി മേക്കിംഗ് സീഡ്സ് എനിമോർ. ഞാൻ ഇനി തൊട്ട് സീഡ് ഉണ്ടാക്കില്ല, വിത്ത് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. പൈനാപ്പിളും അതേപോലെ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, അപ്പൊ പൈനാപ്പിളും ബനാനയും നാച്ചുറൽ സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. അതായത് പ്രകൃതിദത്തമായിട്ട് തന്നെ ഈ പറയുന്ന പോലെ വിത്തില്ലാത്ത പഴങ്ങളാണ് വാഴപ്പഴവും അതുപോലെ കൈതച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ ദേ ആർ ഓൾസോ മെയ്ഡ് ആർട്ടിഫിഷ്യലി. ഇതിപ്പോ നമുക്ക് മനുഷ്യൻ തന്നെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കണം. ഇപ്പൊ മുന്തിരിങ്ങയൊക്കെ വിത്തില്ലാണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കണതാണ്. മുന്തിരിങ്ങ, അതേപോലെ ടൊമാറ്റോ, തക്കാളി, അതുപോലെ തണ്ണിമത്തൻ, വാട്ടർമെലൻ ഒക്കെ വിത്തില്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്രിമമായി വികസിപ്പിച്ചെടുത്തതാണ്. ആർട്ടിഫിഷ്യലി we have developed seedless varieties of grapes, tomato, watermelon. ഓക്കെ, ഇത്രയും മനസ്സിലായോ വിത്തില്ലാത്ത ഫലങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനിയുള്ളതാണ് പൂങ്കൊലകൾ. ഇത് കണ്ടോ, മാവിന്റെ പൂങ്കുല ദേ ഇരിക്കണു, എന്ത് മനോഹരമായിട്ട് മാവിന്റെ പൂങ്കുല ഇരിക്കണു അല്ലെ? അത് ഇങ്ങനെ മാങ്ങയുടെ കൊലകളായിട്ട് മാറും. ഇതുപോലെ തന്നെ പഴത്തിന്റെ പൂങ്കുലയാണ് ഇത് ഇത് വന്നിരിക്കുന്നത് അല്ലെ? അതിൽ നിന്നാണ് പഴക്കൊല ഉണ്ടാവുന്നത്. ദേ ചക്കയിൽ നിന്ന് ചക്കക്കൊല ഉണ്ടാവുന്നു. ഓക്കെ, ചക്കക്കൊല എന്ന് പറയില്ല കേട്ടോ. ഓക്കെ, നൗ കമ്മിങ് ടു നമ്മൾ പൂങ്കൊലയായിട്ടുണ്ടായി എന്ന് വിചാരിച്ചോളൂ. ദ ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ഒരു പൂങ്കൊല, അതായത് ഇപ്പൊ മാങ്ങ എടുത്തു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഫ്രൂട്ട്സ് ഫോം ഫ്രം ഇൻഫ്ലോറസൻസ് ഓഫ് മാംഗോ ട്രീ അല്ലെങ്കിൽ ബനാന ട്രീ. അവർ സെപ്പറേറ്റ് ഫ്രൂട്ട് ആയിട്ടാണ് കാണുക, സെപ്പറേറ്റ് പഴങ്ങളായിട്ടാണ് കാണുക അല്ലെ? ഇതിലെ ഒരു പൂവ്, ഇത് നോക്കട്ടെ, ഇതിലെ കുഞ്ഞു ഒരു പൂവ്, ഇതാണ് ഒരു പൂവ്. ഈ ഒരു പൂവായിരിക്കും കുറേ പൂക്കൾ കൊഴിഞ്ഞു പോകും. എല്ലാ പൂക്കളെയും പിടിച്ച് മാങ്ങയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാവിന് ആകെ തലവേദന. എത്ര കുട്ടികളെ ഞാൻ നോക്കൂ, എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനർജി കൊടുക്കണം അല്ലെ? അപ്പൊ കുറേ പൂക്കൾ പൊഴിഞ്ഞു പോകും. എന്നിട്ട് അതില് ഈശ്വരാനുഗ്രഹമുള്ള കുറച്ച് പൂക്കൾ മാറി മാങ്ങകളായിട്ട് മാറും. ഒരു പൂവ് ഒരു മാങ്ങയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് പഴങ്ങളായിട്ട് കാണും, മാങ്ങപ്പഴങ്ങളായിട്ട് കാണും, മാങ്ങകളായിട്ട് കാണും. ഇത് കണ്ട് ഇതിങ്ങനെ കുറേ പൂങ്കൊലയായിട്ടല്ല, ഓരോന്നും ഒരു പഴം സെപ്പറേറ്റ് ഫ്രൂട്ട്. ഇത് പറയാൻ കാരണം ഇതും പൂങ്കൊലയാണ്. ഇതിന്റെ ഒരു പൂവിന്റെ കൊലയുണ്ട്, അത് നമുക്ക് നോക്കാട്ടെ. ഇപ്പൊ മനസ്സിലാവും എന്താണ്. പൂങ്കൊല വയ്ക്കുമ്പോ മാങ്ങയും പഴവും ഒരേപോലെയാണ്. ഓക്കെ, ടേസ്റ്റ് ഒരേപോലെ നല്ല ഉണ്ടാവണത്. ഒന്നുകൂടി നോക്കണം മക്കളെ, നോക്ക്. Fruits formed from inflorescence of mango tree and banana tree are seen as separate fruits. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഫ്രൂട്ട്സ് from inflorescence. ഓക്കെ, മാവ്, വാഴ എന്നീ പൂങ്കുലകളിൽ നിന്നും ഉണ്ടാവുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. നമ്മളിപ്പോ കണ്ടു, വേറിട്ട് ഓരോരോ പൂവ് ഓരോരോ പഴങ്ങളായിട്ടാണ് വരുന്നത്, ഓരോരോ മാങ്ങകളായിട്ടാണ് വരുന്നത്. ബട്ട്
fruits of some inflorescence like jackfruit tree combine to form a single fruit. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് ഇതൊരു പൂവിൽ നിന്നും വന്നിരിക്കുന്ന എന്താ പറയാ ഫ്രൂട്ടാണ്. ഇതൊരു ഫ്രൂട്ട്, ഒരു പൂങ്കുല ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂങ്കുലയിലെ പഴങ്ങളെല്ലാം കൂടി ഒന്നിച്ചായി. ഓക്കെ. ഈ സച്ച് ഫ്രൂട്ട്സ് ആർ നോൺ ആസ് മൾട്ടിപ്പിൾ. കുറെ പൂക്കൾ ഒന്നിച്ചു വന്നു. നോക്കിക്കോ, രണ്ടെണ്ണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പൂവ്, വൺ ഫ്ലവർ, ഒരു ഫ്ലവറിൽ മൾട്ടിപ്പിൾ ഓവറീസ്, മെനി ഓവറീസ് വന്നു. ഇതെല്ലാം ഫ്രൂട്ടുകളായിട്ട് മാറി. ഇതെല്ലാം ഫ്രൂട്ട്സ്, മെനി ഫ്രൂട്ട്സ്. എന്നിട്ട് ഇവര് കമ്പൈൻ ചെയ്തു, ഒന്നിച്ചായി. ഒരു പൂവിൽ നിന്നും എന്ത് സംഭവിച്ചു? പല അണ്ടാശയങ്ങളുണ്ട്, കുറേ അണ്ടാശയമുണ്ട്. ഇതെല്ലാം പല ഫലങ്ങളായിട്ട്, കുറേ ഫലങ്ങളായിട്ട് മാറി. എന്നിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചാവുന്നതിനെ നമ്മൾ പറയുന്ന പേര് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതിന് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്നാണ് നമ്മൾ പേര് വിളിച്ചത്. ഇത് കണ്ടോ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഏതിന്റെയാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്? എവിടെയാ നമ്മൾ പറഞ്ഞത് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ്? ഇത് കണ്ടോ, ഈ മറ്റേ കസ്റ്റർഡ് ആപ്പിളിന്റെ കാര്യം പറഞ്ഞു, പുഞ്ചഫലങ്ങൾ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, പുഞ്ചഫലങ്ങളുടെ കാര്യം പറഞ്ഞു. പക്ഷേ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. അപ്പൊ എന്താ വ്യത്യാസം? ഇവിടെ കുറെ പൂക്കളുണ്ട്, മെനി ഫ്ലവേഴ്സ് ആർ ദേർ. കുറെ പൂക്കളുണ്ട്. അത് കണ്ട, മാങ്ങയുടെ കാര്യത്തില് പൂക്കൾ കുറെ പേരുണ്ട്. ചക്കയിലും അങ്ങനെയാ, പൂക്കൾ കുറെ പേരുണ്ട്. ഇവര് എല്ലാവരും, ഓരോരോ പൂവും എല്ലാ പൂക്കളിലും ഓവറീസ് ഉണ്ടാവും. അവര് എല്ലാവരും മാറിയിട്ട് കുറെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പൊ ഒരു പൂവല്ല, ഇവിടെ കുറെ പൂക്കളുണ്ട്. കുറെ പൂക്കൾ ആണുള്ളത്. ഒരു പൂവല്ല, കുറെ പൂക്കൾ. അപ്പൊ ഇതില് കുറെ ഫലങ്ങൾ ഉണ്ടാവും ഇതില്. അപ്പൊ മറ്റേ മാങ്ങയുടെ കാര്യത്തില് ഓരോരോ മാങ്ങ സെപ്പറേറ്റ് കാണാം. ചക്കയുടെ കാര്യത്തിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചാവും. ഈ ചക്കയുടെ കാര്യത്തിൽ എന്താണ്? ദേ ആർ കമ്പൈൻഡ് ടുഗെദർ. ഒന്നിച്ച ഒരു വലിയ ഫ്രൂട്ടിനകത്ത് ആക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിന്റെ മലയാളം പേരെന്താണ്? സംയുക്ത ഫലം എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ നോക്കാം. ഫ്രൂട്ട്സ് ഫോം ഫ്രം ഇൻഫ്ലോറസെൻസ് ആർ കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ ഫ്രൂട്ട്. ചക്കയുടെ കാര്യത്തിൽ എന്താണ്? ഇൻഫ്ലോറസെൻസ്, പൂങ്കുലയിൽ കുറെ പൂക്കളുണ്ട്. ഈ കുറെ പൂക്കളെ എല്ലാവരും പഴങ്ങളാവും. പക്ഷെ ഈ പഴങ്ങളെല്ലാം കമ്പൈൻ ആവും ഒറ്റ ഫ്രൂട്ടായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്. പൈനാപ്പിൾ, വൈൽഡ് ജാക്ക് ഫ്രൂട്ട്, ആഞ്ഞിലിച്ചക്ക, അതെ, കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, വൈൽഡ് ജാക്ക് ഫ്രൂട്ട്, ശീമച്ചക്ക, ബ്രെഡ് ഫ്രൂട്ട് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ വേറിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ പ്ലാവിന്റെ പൂങ്കുലയിൽ എന്താ ഉണ്ടാവുക? പ്ലാവിന്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം ഒന്നിച്ച ഒറ്റ ഫലമായിട്ട് മാറുന്നു. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന ഒറ്റ ഫലമായിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയും. കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക ഇവയെല്ലാം സംയുക്ത ഫലങ്ങൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇൻഫ്ലോറസൻസ് ഓഫ് മാംഗോ ട്രീ, അതുപോലെ തന്നെ ബനാന ട്രീയില് സെപ്പറേറ്റ് ഫ്രൂട്ട്സ് ആണ്. അതേസമയം ഇൻഫ്ലോറസൻസ് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ, all the fruits combine to form one big chakka, one big single fruit. Okay, ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിന്റെയും മൾട്ടിപ്പിൾ ഫ്രൂട്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? ഒന്നും കൂടി വേണമെങ്കിൽ എടുത്തു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞ? വിത്തില്ലാത്ത ഫലങ്ങൾ കണ്ടു. നമ്മൾ പല സാധനങ്ങളും കണ്ടു അല്ലേ? വിത്തില്ലാത്ത ഫലങ്ങൾ കണ്ടു. എന്താണ് സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം കഴിഞ്ഞിട്ട് ഓരോരോ പാർട്സിനും എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടു. ഒരു പൂവിൽ ഒരു ഓവറി മാത്രം ഉണ്ടെങ്കിൽ, ഒരു എന്താ പറയാ,
അണ്ടാശയം മാത്രം ഉണ്ടെങ്കിൽ ഒറ്റ പൂവ് ഉണ്ടാവും. അത് സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു. ഒരു പൂവിൽ തന്നെ മൾട്ടിപ്പിൾ ഓവറീസ് ഉണ്ടെങ്കിൽ, ഒറ്റ പൂവിൽ തന്നെ മൾട്ടിപ്പിൾ അണ്ടാശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ ആണ് കസ്റ്റർഡ് ആപ്പിൾ, സ്ട്രോബെറി, പോളിയാൽത്തിയ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. സീതപ്പഴം, സ്ട്രോബെറി, അരണ, മരക്കായ, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അഗ്രഗേറ്റ് ഫ്രൂട്ട് അതായത് പുഞ്ചഫലത്തിന്റെ എക്സാമ്പിൾ ആണ്. സിമ്പിൾ ഫ്രൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, ഒറ്റ പൂവില് ഒരൊറ്റ ഓവറി, അതിന്റെ ഉള്ളിലത്തെ അതിൽ നിന്നും ഒറ്റ എന്താ പറയാ ഫലമുണ്ടായി. അതിന്റെ മാംഗോ, ഗുവാവ, പപ്പായ ഇതെല്ലാം സിമ്പിൾ ഫ്രൂട്ട്സ് ആണ്. മാങ്ങ, പേരയ്ക്ക, പപ്പായ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്താ, പല പൂക്കള്, പൂങ്കൊലയില് പല പൂക്കളുണ്ട്, അവരെല്ലാവരും പിടിച്ചിട്ട് എന്തായി, പഴങ്ങളായി. പക്ഷെ ആ പഴം ഒറ്റയടിക്ക് വലിയൊരു പഴമായിട്ട് മാറി. ഓക്കെ, അതിന്റെ ഉള്ളിൽ പല 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 പഴങ്ങളാണ് ഉള്ളത്. ഇതിനെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയും, സംയുക്ത ഫലങ്ങൾ എന്ന് പറയും. ഇത് ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട്, ചക്ക, കൈതച്ചക്ക, ശീമച്ചക്ക, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സ്യൂഡോ ഫ്രൂട്ട്സ്. സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവസാനത്തത് അല്ലെ. ചില ഫ്ലവേഴ്സ് നമ്മൾ സാധാരണ എന്താ സംഭവിക്കുക, എങ്ങനെയാ ഫലങ്ങൾ ഉണ്ടാവുക, ഇത്ര നേരം പറഞ്ഞത് തന്നെ, ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. സാധാരണ പൂക്കളിലെ അണ്ടാശയമാണ് മാറിയിട്ട് ഫലമായിട്ട് വരുന്നത് അല്ലെ, ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. പക്ഷേ സംടൈംസ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് അതർ ദാൻ ഓവറി, ഓവറി അല്ലാത്ത ഭാഗങ്ങൾ മാറി, അതായത് അണ്ടാശയം അല്ലാത്ത ഭാഗങ്ങൾ മാറി പഴമായിട്ട് വന്നു കഴിഞ്ഞാൽ, ആ പഴം നമുക്ക് നല്ലോണം അറിയാവുന്ന ഒരു പഴമുണ്ട്, എന്താണത്, നമ്മുടെ ആപ്പിൾ. ആപ്പിള്, സബർജില്ലി, ഇതൊക്കെ അങ്ങനെ വരുന്നതാണ്. കശുമാങ്ങ, കശുമാങ്ങയില് പെഡിസലാണ് ഫ്രൂട്ട് ആയിട്ട് വരുന്നത്. പെഡിസൽ എന്ന് പറയുന്നത് എന്താ, പൂഞ്ഞെട്ട്. പൂഞ്ഞെട്ടാണ് വളർന്നിട്ട്, ഈ പൂഞ്ഞെട്ടില്ലട മക്കളെ, ദേ ഈ കിടക്കണ സാധനം, ഈ പൂഞ്ഞെട്ടാണ് വളർന്നിട്ട് കശുമാങ്ങയില് കശുവണ്ടിയായിട്ട് വരുന്നത്. ആപ്പിള്, തലാമസ്, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇത് ഇരിപ്പിടം എന്ന് പറഞ്ഞിട്ട് പറയില്ലേ, ഇവിടെയാണ് പൂ ഇരിക്കുന്നത്, ഇതിന്റെ ഉള്ളിൽ ഇരിക്കും അല്ലെ. അയ്യോ, എന്റെ നിങ്ങൾ മറ്റേ ചെമ്പരത്തി പൂ എടുത്ത് നോക്കണേടാ, എന്റെ വരപ്പ് ഭയങ്കര മോശമാണ്. അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരിപ്പിടം എന്ന് പറയില്ലേ, പൂവിന്റെ ഇരിപ്പിടം അല്ലെ. പുഷ്പാസനം, തലാമസ് ആണ് ആപ്പിളില് ആപ്പിളില് ഫലമായിട്ട് മാറുന്നത്. നോക്കാം നമുക്ക്. നോക്കിയ, ഓവറി അല്ലാത്ത ഏതെങ്കിലും ഭാഗത്തിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതെങ്കിൽ അവരെ സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് പറയും. In normal flowers, ovary develops into fruit. Sometimes parts of the flower other than ovary becomes a fruit. This is known as pseudo fruit. Cashew nuttil, cashew is developed from എന്താണ്, പെഡിസൽ, പൂഞ്ഞെട്ടിൽ നിന്നും ഉണ്ടാകുന്നു. ഓക്കെ, ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഇതിന്റെ മലയാളം കശുമാങ്ങയിൽ പൂഞ്ഞെട്ട് വളർന്നിട്ടാണ് ഫലമാകുന്നത്. ആപ്പിൾ, സബർജല്ലി, ആപ്പിൾ ഏതിൽ നിന്നാണ്, ഇതില് തലാമസ് അതായത് പുഷ്പാസനമാണ്. പുഷ്പാസനം എന്ന് നമ്മൾ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതാണ് മാറിയിട്ട് ഫ്രൂട്ട്സ് ആവുന്നത് എന്ന് പറയും. ഇവര് ഓവറിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ആപ്പിൾ, സബർജല്ലി എല്ലാം സ്യൂഡോ ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ ആണ്. കശുമാങ്ങ, ആപ്പിൾ, ചാമ്പയ്ക്ക ഒക്കെ, റോസ് ആപ്പിൾ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ പല വെറൈറ്റി ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ പറഞ്ഞു. ഒരു പഴത്തിന്റെ ഉള്ളിൽ, അതായത് ഒരു തണ്ണിമത്തന്റെ ഉള്ളിൽ കുറേ വിത്തുകൾ ഉണ്ടാവണമെങ്കിൽ ഓവറിയുടെ ഉള്ളിലെ ഓവ്യൂൾസ് കൂടുതലാണ് എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പുഷ്പങ്ങൾ നമുക്ക് ഉള്ളത്, പുഷ്പകൃഷി, കുറേ പേർക്ക് പുഷ്പകൃഷി ഉണ്ട്. ഇപ്പൊ എന്തോ ഒരു സീരീസ് ഉൾപ്പെടെ ഉണ്ട് പുഷ്പകൃഷിയുടെ. ഓക്കെ, അപ്പൊ പുഷ്പങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആവശ്യം, നമുക്ക് ഫ്ലവേഴ്സ് എന്തിനൊക്കെ, മെഡിസിൻ, മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കും. ചില പൂക്കള് നമ്മൾ മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ചിലത് മണത്തിന് വേണ്ടിയിട്ട്. മറ്റേ എന്താ പറയാ, നമ്മളുടെ മുല്ലപ്പൂവ്, പിച്ചിപ്പൂവൊക്കെ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന്, റോസാപ്പൂവിന്റെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും അല്ലെ, സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന്. തേനിന് വേണ്ടിയിട്ട് പൂക്കൾ ഉപയോഗിക്കും, ഹണിക്ക് വേണ്ടിയിട്ട്. കല്യാണത്തിനൊക്കെ പൂക്കള് വാരി വെതറി ഇരിക്കുകയാണ് അല്ലെ, ഡെക്കറേഷൻ, അലങ്കാരത്തിന് വേണ്ടിയിട്ട് പൂക്കൾ ഉപയോഗിക്കും. ഭക്ഷണത്തിനായിട്ട് പൂക്കൾ ഉപയോഗിക്കും അല്ലെ, ഭക്ഷണത്തിനായിട്ട്. ഇപ്പൊ താമര പൂവിന്റെ മൊട്ടൊക്കെ ഇപ്പൊ ഭയങ്കര ഹൈലൈറ്റഡ് ആണ് എന്ന് പറയാം. അപ്പൊ പൂക്കള് കഴിക്കുന്നത് കൊണ്ട്, മത്തങ്ങയുടെ പൂവൊക്കെ ചിലര് മറ്റേ പൊരിച്ചെടുത്തിട്ടൊക്കെ കഴിക്കും കേട്ടോ, മത്തങ്ങയുടെ പൂവൊക്കെ. അതേപോലെ തന്നെ ചായം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിങ്ങനെ മറ്റേ റോസ് കളറൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് പെയിന്റ് ഉണ്ടാക്കുന്നതിനായിട്ട്, നമ്മൾ വരയ്ക്കാനുള്ള പെയിന്റ് പണ്ട് അമ്പലങ്ങളിലൊക്കെ ഇത് വെച്ചിട്ടാണ് നാച്ചുറൽ പെയിന്റ് ഉണ്ടാക്കുന്നത്, ചായങ്ങളൊക്കെ ഇത് വെച്ചിട്ടാണ് ഫ്ലോർ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, കുറെ സാധനങ്ങൾ, മരുന്ന്,
ഫ്രേഗ്രൻസ്, മെഡിസിൻ, ഫ്രേഗ്രൻസ്, ഹണി, ഡെക്കറേഷൻ, ഫുഡ്, ഡൈസ്, ഇതൊക്കെ നമുക്ക് പൂക്കളിൽ നിന്നും ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇനി എന്താ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് പുഷ്പകൃഷി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കട മക്കളെ, എന്താണ് വാട്ട് ഇസ് പുഷ്പകൃഷി, വാട്ട് ഇസ് ഫ്ലോറിക്കൾച്ചർ? ഫ്ലവർ ഫാമിംഗ്, പൂക്കളെ കൃഷി ചെയ്യുന്ന, സൂര്യകാന്തി പൂവ് നമുക്ക് എണ്ണ ലഭിക്കും അല്ലെ. അപ്പൊ ഫ്ലവർ ഫാമിംഗ് ഓർ ഫ്ലോറിക്കൾച്ചർ ഇസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്, ഗ്രോയിങ് ആൻഡ് നർച്ചറിങ് ഫ്ലവറിംഗ് ആൻഡ് ഓർണമെന്റൽ പ്ലാന്റ്സ് കമേഴ്ഷ്യലി. അതായത് പൂച്ചെടികളും അലങ്കാര സസ്യങ്ങൾ, ഈ ജർബറയൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിന് ഇങ്ങനെ വിടർന്നു നിന്ന് കാണില്ലേ, അലങ്കാര സസ്യങ്ങൾ, ഇതൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ, അതായത് വിൽക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്, വളർത്തുന്നു, പരിപാലിക്കുന്നു, അതായത് വളർത്തുന്നു ആൻഡ് നേർച്ചർ ചെയ്യുന്നു, പരിപാലിക്കുന്നു, എന്നിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നു. അതിനെ നമ്മൾ പുഷ്പകൃഷി അഥവാ ഫ്ലോറിക്കൾച്ചർ എന്ന് വിളിക്കുന്നു. പൂച്ചെടികൾ എന്തിനൊക്കെ നടത്തുന്നത്? പൂച്ചെടികൾ, ഫ്ലവർ പ്ലാന്റ്സിനെ ഫാം ചെയ്യുന്നതും, അതുപോലെ തന്നെ ഗ്രോ ചെയ്ത് നർച്ചർ ചെയ്യുക, വളർത്തി പരിപാലിച്ച് പിന്നെ വിൽക്കുന്നത് എന്തിനൊക്കെയാ? ഫ്ലവർ ഓർണമെന്റൽ പ്ലാന്റ്സിനെയും ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയും. ഭംഗിയുള്ള സസ്യങ്ങൾ പറയും, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, പൂക്കില്ല, പക്ഷെ ഭംഗിയുള്ള സസ്യങ്ങളാണ്, അതായത് ഭംഗിയുള്ള ചെടികളാണ്, പൂത്താലും ഇല്ലെങ്കിലും ഇൻഡോർ ഓർണമെന്റൽ പ്ലാന്റ്സ്, ഭംഗിയുള്ളത്, പ്രത്യേകിച്ച് പ്രയോജനമില്ല. ആൻഡ് ഫ്ലവർ, പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളെയും വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടിയിട്ട്, കമേഴ്ഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതിനെയാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ബെനിഫിറ്റ്സ്? ഇങ്ങനെ ഫ്ലവർ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിംഗ് ഫ്ലവേഴ്സ്? പുഷ്പകൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലവേഴ്സ് റിക്വയർഡ്, we can produce flowers which are required for decoration, അലങ്കാരത്തിന് ആവശ്യമുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാം. ഫ്ലവേഴ്സ് റിക്വയർഡ് ഫോർ സ്പിരിച്വൽ റിച്വൽസ്, ആത്മീയ അമ്പലത്തിലൊക്കെ പൂക്കൾ എടുക്കില്ലേ, ആത്മീയ ആചാരങ്ങൾക്കും പൂജകൾക്കും ആവശ്യമായ പൂക്കൾ ലഭിക്കുന്നു. അതേപോലെ ഫ്ലവേഴ്സ് വിത്ത് മെഡിസിനൽ പർപ്പസ്, ഔഷധ ഗുണമുള്ള പുഷ്പങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ശംഖുപുഷ്പത്തിനൊക്കെ നമ്മൾ മെഡിസിൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഔഷധ ഗുണമുള്ള പുഷ്പങ്ങൾ ലഭിക്കുന്നു. ഡെക്കറേഷന് വേണ്ടിയിട്ട് പൂക്കൾ ലഭിക്കുന്നു. പുഷ്പകൃഷി കാരണം അല്ലെ, ഫ്ലോറിക്കൾച്ചർ കാരണം ഡെക്കറേഷന് വേണ്ടിയിട്ട്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് പൂക്കൾ ലഭിക്കുന്നു. സ്പിരിച്വൽ നീഡ്സിന് വേണ്ടിയിട്ട് പൂക്കൾ ലഭിക്കുന്നു. മെഡിസിനൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് പൂക്കൾ ലഭിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൽ. അപ്പൊ ഇതില് ലാസ്റ്റ് ആൻതൂറിയം എന്ന് പറയുന്നത് വായിക്കാനായിട്ടും കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആൻതൂറിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻതൂറിയം, ബൊഗെയിൻവില്ല പോലത്തെ ചെടികളുടെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം, അവസാനത്തെ ടോപ്പിക്. ആൻതൂറിയം എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോറിക്കൾച്ചർ, അതായത് കൃഷിയിൽ വളരെ പ്രാധാന്യമുള്ളത്. ഒത്തിരി ആൾക്കാർ ഭംഗിക്ക് വേണ്ടിയിട്ട് ആൻതൂറിയം വീട്ടിൽ വളർത്താറുണ്ട് അല്ലെ. ഇതിൽ നമ്മൾ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ കളറുള്ള ഭാഗമാണോ ഇതിന്റെ പൂവ്? അല്ല, അതാണ് ഇതിന്റെ ട്വിസ്റ്റ്. ബൊഗെയിൻവില്ല പല നിറത്തിലുണ്ട്, ഈ കളറുള്ള ഭാഗം പൂവല്ല, മറിച്ച് ഇത് ഇല രൂപം മാറിയതാണ്, മോഡിഫൈഡ് ലീവ്സ് ആണ്. ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ആൻതൂറിയം ആസ് വെൽ ആസ് ബൊഗെയിൻവില്ല ഇസ് മോഡിഫൈഡ് ലീവ്സ്. ഇവിടെ ഈ ഒരു സാധനം കണ്ടോ, ഇതിന്റെ ഉള്ളിലാണ്, ഇതിലാണ് ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നതാണ്, കുറെ പൂക്കളുണ്ട്, ഇതിൽ കണ്ടോ, ഇതിൽ ഒറ്റ പൂവ്, ഇതാണ് ശരിക്കും പൂവ്. അറൗണ്ട് ഇറ്റ് ഇസ് മോഡിഫൈഡ് ലീവ്സ്, ഇതിന് ചുറ്റുമുള്ളത് മോഡിഫൈഡ് ലീവ്സ് ആണ്. ഓക്കെ, കളേർഡ് പാർട്ട്, ഈ കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് ലീഫ് രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. ഇങ്ങനെ പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം ഭാഗങ്ങൾ, പൂവിനോട് ചേർന്ന് കാണുന്ന ഈ രൂപാന്തരം പ്രാപിച്ച ഇലകളെ നമ്മൾ ബ്രാക്സ് അല്ലെങ്കിൽ സഹപത്രം എന്ന് പറയുന്നു. സച്ച് കളേർഡ് പാർട്സ് ഓഫ് ദ parts found near the flower is known as bracts. Okay, എന്തിനാണ് ബ്രാക്റ്റുകൾ ഉള്ളത്? ഇതിന്റെ പൂവിന് അത്രയും ആകർഷണ ശക്തി ഇല്ല, ഇതിന്റെ പൂവിന് അത്രയ്ക്ക് അട്രാക്റ്റീവ് പവർ ഇല്ല. അതുകൊണ്ട് പോളിനേറ്റേഴ്സിനെ, പരാഗണകാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സഹപത്രം, ഇല പറഞ്ഞു ഞാൻ രൂപം മാറിയിട്ട് നിൽക്കാം. അപ്പൊ സഹപത്രങ്ങളുടെ ധർമ്മം പരാഗണകാരികളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഫംഗ്ഷൻ ഓഫ് ബ്രാക്സ് is to attract the pollinators. Attractive bracts are also seen in banana and bougainvillea plants. പഴങ്ങളിലും, അതായത് വാഴയിലും ബൊഗെയിൻവില്ലയിലും ഈ പറയുന്ന പോലെ ബ്രാക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ.
വർക്ക് ഷീറ്റ്സ് ഓൾസോ അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ അടുത്ത് ചോദിച്ചാൽ മതി വർക്ക് ഷീറ്റ്സ് വേണം എന്നുണ്ടെങ്കിൽ. അത് കുറേ ഒന്ന് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനുള്ള നോട്ട് പോലെയായിരിക്കും വർക്ക് ഷീറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. വീഡിയോ എല്ലാവർക്കും മനസ്സിലായോ ഇല്ലയോ, വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണോ എന്നൊക്കെ എന്നോട് കമന്റ്സിൽ പറയാം. താങ്ക് യു ഓൾ. ശരി.